പുണ്യ നബിയുടെ ഭവനം ആർഭാടമായിരുന്നില്ല. ആർഭാടം നിറഞ്ഞ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താല്പര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരാഗ്രഹം പ്രവാചകനുണ്ടെങ്കിൽ അത് നിറവേറ്റാൻ സദാ സന്നദ്ധനായ രക്ഷിതാവ് എന്ത് ത്യാഗം സഹിച്ചാലും തങ്ങളുടെ പ്രവാചകൻ സുഖത്തിൽ സന്തോഷിക്കുന്ന അനുയായികൾ. പക്ഷേ ലളിത ജീവിതം മാത്രം തിരഞ്ഞെടുത്ത ആ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മക്കയിലെ ബത്വഹാവ് എന്ന പ്രദേശം എനിക്ക് സ്വർണമാക്കി തരാൻ എൻ്റെ രക്ഷിതാവ് എന്നോട് ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇല്ല രക്ഷിതാവേ, ഒരു ദിവസം വിശന്നും ഒരു ദിവസം വിശപ്പടക്കിയും ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. വിശക്കുമ്പോൾ നിനക്ക് ഞാൻ താഴ്മ ചെയ്യും, വിശപ്പടക്കുമ്പോൾ നിനക്ക് ഞാൻ നന്ദിയും ചെയ്യും. ഭരണസാരാധ്യം വഹിക്കുന്ന രാജാക്കന്മാർ, സമുദായ നേതൃത്വം വഹിക്കുന്ന നേതാക്കൾ, ജനപ്രതിനിധികൾ, എന്തിനേറെ കേവലം ഒരു സാധാരണക്കാരൻ പോലും നൈമിഷിക ഭൗതിക ജീവിത സുഖത്തിനു വേണ്ടി സജ്ജീകരിച്ച വീട്ടുപകരണങ്ങളുടെ ശേഖരണം കണ്ണഞ്ചിപ്പിക്കുന്നതാണല്ലോ. എന്നാൽ പ്രവാചക ശ്രേഷ്ഠൻ ഉറങ്ങാൻ ഉപയോഗിച്ച കട്ടിലിനെക്കുറിച്ച് പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് ശ്രദ്ധിക്കൂ. ചിലപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും കിബിലയുടെയും ഇടയ്ക്ക് കട്ടിലിൽ കിടക്കുന്നുണ്ടാവും. എനിക്ക് വല്ല ആവശ്യങ്ങളും നേരിട്ടാൽ ഞാൻ പ്രവാചകനെ എൻ്റെ മുഖം കൊണ്ട് നേരിടുന്നത് മടിച്ച് കട്ടിലിൻ്റെ കാലിൻ്റെ ഭാഗത്തിലൂടെ കിഴിഞ്ഞിറങ്ങും. ആ കട്ടിലുറങ്ങാൻ വളരെ സുഖമായിരുന്നു, പക്ഷേ നാടകങ്ങൾ കൊണ്ട് മുടഞ്ഞതായിരുന്നു. ജുന്ദ് ബിൻ സുഫ്യാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലിൽ ഈത്തപ്പനിയുടെ ചെറിയ ഓല തട്ടി. വിരലിൽ നിന്നും രക്തമൊലിച്ചു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അത് രക്തം പൊട്ടിയ ഒരു വിരൽ മാത്രം. അള്ളാഹുവിൻ്റെ മാർഗത്തിലാണത് അനുഭവിച്ചിട്ടുള്ളത്. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്ത് നാടകൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ തൻ്റെ സ്വന്തം കട്ടിലിൽ കൊണ്ടുവന്നു കിടത്തി. നടുഭാഗം മിനുസമായി തോൽ കെട്ടിപ്പിച്ച ഒരു തലയണയും വെച്ചു കൊടുത്തു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു തിരുസന്നിധിയിലേക്ക് കടന്നു വന്നു. പ്രവാചക ശരീരത്തിൽ കട്ടിലിലെ കയർപ്പാടുകൾ ഉണ്ടാക്കിയത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. പ്രവാചകൻ ചോദിച്ചു, ഓ ഉമർ, നീ എന്തിനു കരയുന്നു? ഉമർ റളിയല്ലാഹു അൻഹു, ഓ നബിയെ, കിസ്റ കൈസർ ചക്രവർത്തിമാർ നേരത്തെ പട്ടുവസ്ത്രങ്ങൾ ധരിക്കുവാരാണെന്നും സ്വർണ്ണക്കട്ടികളിൽ ഇരിക്കുവാരാണെന്നും ഞാൻ ഓർത്തുപോയി. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾക്ക് പാരാത്രികവും അവർക്ക് ഭൗതികവും ഉണ്ടാവുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഉറക്കിടാത്ത വാസനയുടെ ഒരു തോൽ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഇതൊന്ന് പുറത്തേക്ക് ഉപേക്ഷിക്കാൻ പറഞ്ഞുകൂടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല, അത് കുടുംബത്തിന്റെ സുഖവസ്ത്രമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, മധ്യഭാഗം നേർത്തതായ തോലിന്റെ ഒരു വിരിപ്പായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്രകാരം രാത്രി ഉറങ്ങാനുള്ള തലയണിയും മധ്യഭാഗം നേർത്ത തോലിന്റെ തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന മുസല്ലയുടെയും ഇരിക്കാൻ ഉപയോഗിച്ചിരുന്ന പായയുടെയും രൂപങ്ങൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വിവരിക്കുന്നു. ഞങ്ങൾക്കൊരു പായ ഉണ്ടായിരുന്നു. പകൽ ഞങ്ങൾ അത് വിരിക്കും, രാത്രി ഞങ്ങൾ അത് പുതക്കുകയും ചെയ്യും. മുഗൈറത്ത് ബിനു ഷുഐബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രോമമുള്ള ഒരു തോൽ ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ ഉറക്കിട്ട രോമമുള്ള തോൽ ഉണ്ടാവുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. ഗൃഹ ഉപകരണങ്ങൾ കൊണ്ട് അഭിമാനിക്കുന്ന ആധുനിക മനുഷ്യൻ പ്രവാചക ജീവിതത്തിലെ ലളിത സ്വഭാവങ്ങൾ ഗ്രഹിക്കാൻ തയ്യാറായാൽ ധൂർത്തവും അമിത്യവായും വർജിക്കാൻ കഴിയും. പാരാത്രിക സുഖങ്ങളെക്കുറിച്ച് ബോധവനാവുന്ന ഒരു വ്യക്തിക്കും ഒരു സമൂഹത്തിനും തങ്ങൾക്ക് രക്ഷിതാവ് ഔദാര്യമായി നൽകിയ സമ്പത്ത് ധൂർത്തടിക്കാനും ദുരുപയോഗം ചെയ്യാനും കഴിയില്ല. സമൂഹത്തിൽ പെരുകി വന്ന ധന ദുരുപയോഗങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് ഗൃഹ ഉപകരണങ്ങളിലെ അമിത ആർത്തി. ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ വിവിധ തരം വസ്തുക്കളുടെ ഒരു ശേഖരണം തന്നെ അധിക വീടുകളിലും കാണാം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിക്കേണ്ടി വന്നില്ലാത്ത വസ്തുക്കൾ വരെ ആ കൂട്ടത്തിലുണ്ടാവും. ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ച് ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കൾ വേറെയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു വിരിപ്പ് ആണിനും ഒന്ന് പെണ്ണിനും ഒന്ന് അതിഥിക്കും, നാലാമത്തത് പിശാചിനും ഉള്ളതാണ്. തീർച്ചയായും അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സുന്ദരമായ മാതൃകയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ അതിഥികൾക്ക് ഭക്ഷണം നൽകാറുണ്ടായിരുന്ന ഒരു പാത്രത്തെക്കുറിച്ച്
മഹാനായ അബ്ദുല്ലാഹി ബിനു ഗുസിർ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷർഗ എന്ന പേരിൽ ഒരു തളികയുണ്ടായിരുന്നു. 4 ആളുകൾ കൂടിയാണ് അതിനെ പൊന്തിക്കാറുള്ളത്. ജനങ്ങൾ നേരം പുലർന്നു ലുഹാ നിസ്കാരം കഴിഞ്ഞാൽ ആ തളികയിൽ റൊട്ടി കൊണ്ടുവരപ്പെടും. അപ്പോൾ അവനതിന് വട്ടമിട്ടിരിക്കും. ഒരിക്കൽ ആളുകൾ വർദ്ധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ടുകുത്തിയിരുന്നു. ഉടനെ ഒരു അഅ്റാബി ചോദിച്ചു, ഇതെന്തൊരു ഇരുത്തമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു എന്നെ മാന്യനായ ഒരു അടിമയാക്കിയിരിക്കുന്നു, ധിക്കാരിയവനാക്കിയിട്ടില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ ചുറ്റുഭാഗത്തു നിന്നും കഴിക്കുക, അതിൻ്റെ മധ്യഭാഗം ഒഴിവാക്കുക, അതിൽ ബർക്കത്ത് നൽകപ്പെടും. പ്രവാചക വീടുകളിൽ ഈത്തപ്പന മട്ടലുകൾ കൊണ്ടും മൺകട്ടകൾ കൊണ്ടുമായിരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രിയ പത്നിമാർ ചുമരുകളിലും വാതിലുകളിലും വിരി തൂക്കാറുണ്ടായിരുന്നു. വീട്ടിലെ കർട്ടനുകളെക്കുറിച്ച് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതു കാണാം. ഞങ്ങൾക്കു ചില വിരികൾ ഉണ്ടായിരുന്നു, അതിൽ പക്ഷിയുടെ പ്രതിമകൾ ഉണ്ടായിരുന്നു. അനന്തരം വീട്ടിലേക്ക് ആരെങ്കിലും കടന്നു വരുമ്പോൾ അതിനോടാവാൻ മുന്നിടും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, ഓ ആയിഷ, ഇതൊന്ന് തെറ്റിച്ചു വെക്കുക. നിശ്ചയം ഞാൻ കടന്നു വന്നു. ഇത് കാണുമ്പോഴൊക്കെ ദുനിയാവിനെ ഞാൻ ഓർത്തു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഗതീഫത്ത് വസ്ത്രം ഉണ്ടായിരുന്നു. അത് മുഴുവനും പട്ടാണെന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. അത് ഞങ്ങൾ ധരിക്കാറുമുണ്ടായിരുന്നു. രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഭവനങ്ങളിൽ മലക്കുകൾ പ്രവേശിക്കുകയില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വീട്ടിൽ കുരിശു വരച്ച ഒരു വസ്ത്രത്തെയും കീറിക്കളയാതെ ഒഴിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ അടുത്തേക്ക് കടന്നു വന്നപ്പോൾ ഞാനൊരു ചിത്രമുള്ള പുതപ്പ് കൊണ്ട് മൂടിയിട്ടുണ്ടായിരുന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വലിച്ചു ചീന്തി ഇങ്ങനെ പറഞ്ഞു, നിശ്ചയം അന്ത്യനാളിൽ ഏറ്റവും ശക്തമായ ശിക്ഷയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് തുല്യത ഉണ്ടാക്കുന്നവരാണ്. പ്രവാചക ഭവനങ്ങളിൽ രോമത്തിൻ്റെ ചിത്രപ്പണികളോ രൂപഭംഗികളോ ഇല്ലാത്ത വിധികളാണത്രേ ഉണ്ടായിരുന്നത്. എന്നാൽ അക്കാലത്തും സുപ്രസിദ്ധ വസ്ത്രനിർമ്മാതാക്കളും രാജ്യങ്ങളും ഉണ്ടായിരുന്നു. യമൻ നിർമ്മിത വസ്ത്രങ്ങൾക്കാണ് വളരെ പ്രചാരമായിരുന്നു. എന്നിട്ടും ആ പ്രവാചക ശ്രേഷ്ഠതയുടെ വാതിലുകൾക്ക് മീതെ തൂക്കിയിട്ടിരുന്ന വിധികൾ അതത്ര ഭംഗിയില്ലാത്തവയായിരുന്നു. നിശ്ചയം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ സുന്ദരമായ മാതൃകയുണ്ട്.